ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. തെന്മലയിൽ ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ജനം ഭീതിയിൽ. റെയിൽവേ പുറമ്പോക്കിൽ മരം വീണ് 3 വൃദ്ധകൾക്ക് കിടപ്പാടം നഷ്ടമായി. ചിതറയിൽ പരിമിതികളുള്ള കുട്ടികൾക്കായി അനുവദിച്ച റിസോഴ്സ് സെന്റർ ഗവൺമെന്റ് HSS ഗ്രൌണ്ടിൽ നിർമ്മിക്കാനുള്ള PTA നീക്കത്തിനെതിരെ നാട്ടുകാരും കായിക പ്രേമികളും രംഗത്ത്. പ്രദേശത്തിന്റെ കായിക വികസനം തടഞ്ഞുകൊണ്ട് പുതിയ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ജനരോഷം. ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് പത്തനാപുരം കല്ലുംകടവിൽ വരവേൽപ്പ് നൽകി. വാർത്തകൾ വിശദമായി. കാറ്റിൽ തെങ്ങുവീണ് തെന്മലയിൽ വീട് തകർന്നു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ഗൃഹനാഥന് പരിക്കേറ്റു. തെന്മല ഷാജി മനസിലിൽ അബുവിന്റെ ഓടിട്ട വീട്ടിലേക്കാണ് തിങ്കളാഴ്ച രാത്രി 1:30 തെങ്ങ് വീണത്. അബുവും ഭാര്യ ഐഷ ബീവിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭൂമികുലുക്കം ആണെന്ന് കരുതി ദമ്പതികൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. ഓർത്തപ്പം പിന്നെ തെങ്ങിന്റെ മണ്ടേന്ന് തേങ്ങ എല്ലാം കൂടെ തെങ്ങ് വീണ് എല്ലാം തറയിലങ്ങ് വീണ് ദേഹത്തെല്ലാം വീണ് ഇവരുടെ ദേഹത്തെല്ലാം. ഭൂമിയിലൊക്കെന്ന് വിചാരിച്ചാൽ ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ വീണുകൊണ്ടായിരിക്കുന്നത്. തെങ്ങ് വീഴുന്ന വിവരമൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ ഇവരെ എല്ലാവരെയും വിളിച്ച് ലൈറ്റൊക്കെ എടുത്ത് വെളിയിൽ നോക്കുമ്പോഴാണ് ഈ തെങ്ങ് വീഴുന്ന വിവരം അറിയുന്നത്. വീടിന്റെ അടുക്കളയും ഒരു കിടപ്പുമുറിയും പൂർണ്ണമായും തകർന്നു. അബു കിടന്നുറങ്ങുന്ന കട്ടിലിന് മുകളിലായാണ് തെങ്ങ് ആഞ്ഞടിച്ചു വീണത്. ഇയാളുടെ കൈക്ക് സാരമായ പരിക്കുണ്ട്. അടുക്കളയിലുണ്ടായിരുന്ന മുഴുവൻ ഉപകരണങ്ങളും നശിച്ചു. കല്ലുകൊണ്ട് നിർമ്മിച്ച വീടായതിനാൽ ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നഷ്ടപ്പെട്ടു. പിന്നെ കട്ടിലെ കസേര കാപ്പിക്കുള്ളത് എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്ന മൊത്തം എല്ലാം പോയി. അരി സാധനങ്ങളെല്ലാം പോയി. പാത്രങ്ങൾ കാലം വരെ അടുക്കള കംപ്ലീറ്റ്. തെന്മല വില്ലേജ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസ് അധികൃതർ സ്ഥലത്തെത്തി തെളിവെടുത്തു. പ്രകൃതി ദുരന്ത ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ കർഷക കുടുംബം. ന്യൂസ് ബ്യൂറോ, തെന്മല. അതിശക്തമായ കാറ്റിൽ തെന്മലയിൽ 2ാമത്തെ വീടും തകർന്നു. തിങ്കളാഴ്ച തെങ്ങു വീട് തകർന്നതിനു പിന്നാലെ ചൊവ്വാഴ്ച റെയിൽവേ പുറമ്പോക്കിലെ നിർധന കുടുംബത്തിന്റെ കിടപ്പാടവും മരം വീണ് തകർന്നു. തെന്മല റെയിൽവേ പുറമ്പോക്കിൽ മഞ്ജു ഭവനിൽ ഭാരതിയുടെ ഷീറ്റിട്ട വീടാണ് മരച്ചില്ല ഒടിഞ്ഞു വീണ് ചൊവ്വാഴ്ച തകർന്നത്. 3 വൃദ്ധകൾ മാത്രം താമസമുള്ള വീട്ടിലേക്കാണ് മരച്ചില്ല ഒടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച തെന്മലയിൽ തെങ്ങ് വീണ് വീട് തകർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ചത്തെ സംഭവം. വീട് തകർന്നതോടെ ഭാരതിയും വൃദ്ധ സഹോദരിമാരും കിടപ്പാടം നഷ്ടപ്പെട്ട് അധികൃതരുടെ സഹായം തേടുകയാണ് ഇപ്പോൾ. 6 മണിക്ക് വീണ് വെളുപ്പിന് കാലത്തെ. ഞങ്ങൾ 3 കിളവികളും ഉണ്ടായിരുന്നു. അപ്പോഴാരും ഇല്ലായിരുന്നു. ഇതാ ഇരിക്കുന്നു. ഞങ്ങൾക്ക് പൈസയില്ല, ഒന്നുമില്ല. കൂര പോയത് കൊണ്ട് വിഷമം. വീട് വെക്കാൻ ഒരു പൈസയ്ക്ക് പോവാൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഞങ്ങൾ 3 പേരും ഉണ്ട്. എവിടെ പോവാൻ എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. അല്ല, അത് ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. രോഗികളായ ഭവാനി, സരോജ എന്നീ 2 ജ്യേഷ്ഠത്തിമാരെയും കൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന ഇവരെ അയൽവാസികൾ വില്ലേജ് ഓഫീസിലേക്ക് പറഞ്ഞയച്ചു. റെയിൽവേ പുറമ്പോക്കിന് നഷ്ടപരിഹാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് അധികൃതർ ഇവരെ വെറും കൈയോടെ മടക്കി അയച്ചു. വില്ലേജ് കൊണ്ട് കൊടുത്തപ്പോ എന്റെ അടുത്ത് കേട്ട് പട്ടയ സ്ഥലമാണോ? ഞാൻ അല്ല. 3 സെന്റ് സ്ഥലം തന്നതുപോലും എവിടെയാണെന്ന് അറിയാൻ നിവർത്തിയില്ല. എനിക്കിപ്പോഴത്തുള്ള വിഷമം, എന്റെ ഈ വീടിങ്ങനെ നഷ്ടപ്പെട്ടതിൽ സങ്കടം ഉണ്ടെങ്കിൽ എന്റെ 85 വയസ്സായ ഒരു വല്യമ്മ കിടന്ന് വെളിക്കിറങ്ങി മൂത്രമൊഴിക്കാൻ അയൽ വീട്ടിൽ കൊണ്ട് കിടത്താനും ഒക്കത്തില്ല. ആ ഒരു പ്രയാസമാണുള്ളത്. അത് ഇവിടെ ആ വകുപ്പ് ഒക്കില്ല. പട്ടയ സ്ഥലമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. വാങ്ങിച്ചു നോക്കിയിട്ട് തിരിച്ചു വന്ന്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് സങ്കടം ബോധിപ്പിച്ചപ്പോൾ ഗ്രാമസഭ കൂടിയ ശേഷം സഹായം നൽകാമെന്ന് അദ്ദേഹം അറിയിച്ചു. ആകെ ഒരു മുറിയും അടുക്കളയുമാണ് വീടിനുണ്ടായിരുന്നത്. കിടപ്പുമുറി തകർന്നതോടെ അടുക്കളയിലാണ് ഇപ്പോൾ 3 കിടപ്പ്. ഇന്ന് റവന്യൂക്കാർ 2 പേര് വന്ന് അവരും പറഞ്ഞു ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞ വന്ന് കണ്ട് അപ്പോഴേ ഇറങ്ങി ഓടിപ്പോയി. അപ്പോഴും ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് കിടക്കാൻ കൂരയില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്ന് കണ്ട് അപ്പോഴേ പോയി റവന്യൂക്കാർ 2 പേര്. നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന ഇവർക്ക് സ്വന്തം നിലയ്ക്ക് വീട് പുതുക്കി പണിയുക അസാധ്യം. അധികൃതരോ നാട്ടുകാരോ സഹായഹസ്തവുമായി എത്തും എന്ന പ്രതീക്ഷയിലാണ് ഈ വൃദ്ധർ. ന്യൂസ് ബ്യൂറോ, തെന്മല. സാഹിത്യ സംഘം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെന്മലയിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിന്മേൽ സംവാദം സംഘടിപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള കർഷകരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് സംവാദം ചൂണ്ടിക്കാട്ടി. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും അർത്ഥശങ്കകൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംവാദം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ കൃഷിക്കാരെയും ജനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിൽപ്പെട്ട ജനങ്ങളിൽ
ഇപ്പോൾ ഒരു ആശങ്ക തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ആശങ്ക അകറ്റിക്കൊണ്ട് കാടും നാടും സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ കുറെ കൂടി ജനാധിപത്യപരമായ രീതിയിൽ ആലോചിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പഴത്തറയെല്ലാം ഉണ്ടായിരുന്നു. MP-മാരായിട്ടുള്ള ആളുകൾ, MLA-മാരായിട്ടുള്ള ആളുകൾ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മുമ്പിൽ നിവേദനങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിവേദനമായിട്ട് നിൽക്കുകയാണ്. പുക്കാസ പ്രസിഡന്റ് ഡോക്ടർ കെ ഷാജി മോഡറേറ്ററായി. മഹാനായ മാർക്സ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യാധിഷ്ഠിത ബന്ധത്തെ വിലയിരുത്തിയ ഒരു സെന്റൻസ് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. അത് പ്രകൃതി മനുഷ്യന്റെ അജൈവ ശരീരമാണെന്നാണ് പറഞ്ഞത്. പ്രകൃതി മനുഷ്യന്റെ അജൈവ ശരീരം പ്രകൃതിക്ക് പുറത്ത് പ്രകൃതിയെ കീഴടക്കാനോ ഉപഭോഗ വിധേയമാക്കാനോ ആരാധിക്കാനോ കഴിയുന്ന സ്വതന്ത്ര കർത്തൃത്വമായി മനുഷ്യന് നിലനിൽക്കാനാവില്ല. കാറ്റായും മഴയായും പുഴയായും വെയിലായും ഭൂഗുരുത്വമായും പ്രകൃതി പ്രതിഭാസങ്ങളുടെ തുടർച്ചയായും പൂരണവുമായേ മനുഷ്യാസ്തിത്വത്തിന് സാധ്യമാകൂ എന്ന് 1844 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സെക്രട്ടറി റെനി ആന്റണി സ്വാഗതം പറഞ്ഞു. പുനലൂർ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് എം ഡിക്രൂസ് മുഖ്യപ്രഭാഷണം നടത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനവിരുദ്ധ നിലപാടുകളെക്കുറിച്ച് കർഷക സംഘം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ജോർജ് മാത്യു സംസാരിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ അനിവാര്യത, പരിസ്ഥിതി രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് പൂക്കാസ കൊല്ലം ജില്ലാ സെക്രട്ടറി ഡി സുരേഷ് കുമാറും പരിസ്ഥിതി ചൂഷണവും ചൂഷണോപാധിയും എന്ന വിഷയത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോടും സംസാരിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം VS മണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറയിൽ പരിമിതികളുള്ള കുട്ടികൾക്കായി അനുവദിച്ച റിസോഴ്സ് സെന്റർ ഗവൺമെന്റ് HSS ഗ്രൌണ്ടിൽ നിർമ്മിക്കാനുള്ള PTA-യുടെ നീക്കത്തിനെതിരെ നാട്ടുകാരും കായിക പ്രേമികളും രംഗത്തെത്തി. പ്രദേശത്തിന്റെ കായിക വികസനം തടഞ്ഞുകൊണ്ട് പുതിയ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയാണ് ജനരോഷം. വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ചിതറ പഞ്ചായത്തിൽ വിവിധ പരിമിതികളുള്ള കുട്ടികൾക്കായി അനുവദിച്ച റിസോഴ്സ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി യൂണിറ്റ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കും കേൾവി, കാഴ്ച എന്നിവയിൽ വൈകല്യമുള്ള കുട്ടികൾക്കും പ്രത്യേക പരിചരണങ്ങൾ നൽകുന്നതിനുള്ള സൌകര്യം എന്നിവ അടങ്ങുന്നതാണ് പുതിയ പദ്ധതി. നിലവിൽ ചിതറ ഗവൺമെന്റ് HSS ഗ്രൌണ്ടിൽ 2 കെട്ടിടങ്ങളും ഹരിയാലി പദ്ധതിയുടെ മഴവെള്ള സംഭരണിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളോത്സവം, മറ്റ് കലോത്സവങ്ങൾ, കായിക മത്സരങ്ങൾ എന്നിവ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന വിശാലമായ ഈ ഗ്രൌണ്ടിൽ പുതിയ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കുന്നത് കളിസ്ഥലത്തിന്റെ നാശത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാലാകാലങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളോത്സവം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഈ ചിതറ ഗ്രാമപഞ്ചായത്തിലെ ചിതറ സ്കൂൾ ഗ്രൗണ്ട്. എന്നാൽ നമുക്കറിയാം 40 ലക്ഷം രൂപ മുടക്കി ഹരിയാലി പ്രോജക്റ്റിന്റെ പേരിൽ വൻ അഴിമതി നടത്തിക്കൊണ്ട് ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ കാലങ്ങളിലും ഓരോ ജനപ്രതിനിധികളുടെയും ഫണ്ട് അനുവദിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്താൻ അവസരമുള്ളപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ നിലവിലുള്ളപ്പോഴും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയും വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടിയും ഈ ഗ്രൗണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ കളിക്കുവാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഈ സ്കൂൾ ഗ്രൗണ്ടിനെയാണ് ഇവർ അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിമിതികളുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് പറ്റിയ അന്തരീക്ഷം ഗ്രൌണ്ടിൽ ലഭിക്കില്ലെന്നും അതുകൊണ്ട് പദ്ധതിക്ക് അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പോലീസ്, ഫയർഫോഴ്സ് എന്നീ സേനകളിലേക്ക് പ്രദേശത്തുനിന്ന് നിരവധി യുവാക്കൾക്ക് സെലക്ഷൻ കിട്ടിയത് ഈ ഗ്രൌണ്ടിലെ പരിശീലനത്തിലൂടെയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ നിന്നും പരിശീലനം നേടുകയും പോലീസിലും ഫയർഫോഴ്സിലും ഉൾപ്പെടെയുള്ള സേനകളിൽ നിരവധി ചെറുപ്പക്കാരെ സമ്മാനിച്ച ഒരു ഗ്രൗണ്ടിനെ ഈ തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന PTA-യുടെ ശക്തമായ എതിർപ്പ് ഇവിടുത്തെ നാട്ടുകാരനെന്ന രീതിയിൽ വായനശാല ചിത്ര ഗ്രാമപ്രകാശ് വായനശാലയുടെ പ്രതിനിധി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ PSC മുഖാന്തരം ജോലി കിട്ടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. 10-30ഓളം ചെറുപ്പക്കാർ കഴിഞ്ഞ പോലീസ് ലിസ്റ്റിലും ഫയർഫോഴ്സ് ലിസ്റ്റിലും ചിതറ ഗ്രൗണ്ടിനെ ആശ്രയിച്ചാണ് ജോലി നേടിയിട്ടുള്ളത്. ഈ ജോലി കിട്ടാൻ ആകെ ഉണ്ടാകുന്ന ചിതറ പഞ്ചായത്തിലുള്ള ഏക ഗ്രൗണ്ടായ ചിതറ ഗ്രൗണ്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമമാണ് PTA-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രദേശത്തിന്റെ കായിക വികസനം തടഞ്ഞുകൊണ്ട് പദ്ധതി നടപ്പാക്കരുതെന്നാണ് നാട്ടുകാരുടെ നിർദ്ദേശം. ഇവിടെ കളിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഗ്രൗണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് കായിക താരങ്ങളുടെ
അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ അഴിമതിക്കെതിരായി ഈ ഗ്രാമപഞ്ചായത്തിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും കളിക്കാരും നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും പ്രതിഷേധത്തിന്റെ ഭാഗത്താണ്. പഞ്ചായത്തിന് അനുവദിച്ച പദ്ധതി ഈ ഗ്രൌണ്ടിൽ തന്നെ നടപ്പിലാക്കുന്നതിന് പിന്നിൽ PTA വാശിയാണുള്ളതെന്ന് ഇവർ ആരോപിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം നല്ല ഉദ്ദേശമല്ല. ഈ കളിസ്ഥലം നശിപ്പിച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര വലുത് തന്നെയായിരുന്നാലും ശരി തന്നെ അതിനെതിരായിട്ട് ഈ നാട്ടിലെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് മാത്രമാണ്. കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്ര ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഈ ഗ്രൗണ്ട് ഈ നാട്ടിൽ ഉണ്ടാവണം, അത് നിലനിൽക്കണം. കുട്ടികളെ സംബന്ധിച്ച് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാലമാണ്. അത്തരം കാലഘട്ടത്തിൽ അത്യാവശ്യം അവർക്ക് ഓടിക്കളിക്കാൻ ഗ്രൗണ്ട് വേണം. നിലവിൽ സ്കൂളിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവ പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഗ്രൌണ്ടിൽ തന്നെ മറ്റൊരു വശത്ത് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ അവിടെ വെക്കാൻ പോകുന്ന 28 ലക്ഷം രൂപ മുടക്കി വെക്കാൻ പോകുന്ന ആ ബിൽഡിംഗ് വെക്കാൻ ഈ ഗ്രൗണ്ടിൽ ഇവിടെ തന്നെ സ്ഥലമുള്ളതാണ്. അത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാതെ മുകളിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകൾ മേലിലുണ്ട്. അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥലത്ത് വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ പിന്നിൽ ഹിഡൻ അജണ്ടയാണ്. ഗ്രൌണ്ടിലെ പ്രധാന വോളിബോൾ കോർട്ട് നിലനിൽക്കുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനുള്ള PTA നിലപാടിനെ ശക്തമായി നേരിടുമെന്ന് യുവജന സംഘടനകൾ പറഞ്ഞു. അതേസമയം പരിമിതികളുള്ള കുട്ടികൾക്കായി പുതിയ പദ്ധതി വരുന്നത് നല്ലതാണെന്നും പക്ഷേ അതിന്റെ പ്രവർത്തനത്തിനായി നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ PTA നിലപാടെടുക്കുന്നത് ശരിയല്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ പറഞ്ഞു. ഇങ്ങനെ ഒരു സംരംഭം വരുന്നതിനോട് ഗ്രാമപഞ്ചായത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ വേറൊരു സ്ഥലം, അനുയോജ്യമായ സ്ഥലം ഉള്ള സ്ഥിതിക്ക് ഈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ഒറ്റ ഗ്രൗണ്ട് ഉള്ള അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയായി ഞങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ചെറുപ്പക്കാർക്കുള്ള കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്ക് അതീതമായി സമൂഹത്തിലെ ചെറുപ്പക്കാരായ ആൾക്കാർക്കുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംരംഭത്തിൽ നിന്ന് ഇതിന്റെ സംഘാടകർ പിന്മാറണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്രൌണ്ട് നശിപ്പിക്കാൻ പാടില്ലെന്നും കെട്ടിടം നിർമ്മിക്കാൻ മറ്റൊരു സ്ഥലം നൽകാൻ പഞ്ചായത്ത് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കായികപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ പോയി വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് മറ്റൊരു പരിഗണനയുമില്ലാതെ നാട്ടിലെ ജനങ്ങൾ ഈ സംരംഭത്തിന് ആ ഭാഗത്ത് നിന്ന് മാറ്റി അനുയോജ്യമായ വേറൊരു സ്ഥലം കണ്ടെത്തി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി പൂർണ്ണമായി ഞാൻ ഉറപ്പിക്കും. അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. 81ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് പത്തനാപുരം കല്ലുംകടവിൽ വരവേൽപ്പ് നൽകി. മേഖലയിലെ ശ്രീനാരായണീയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് വിപുലമായ സ്വീകരണമൊരുക്കിയത്. ഡിസംബർ 30 വർക്കല ശിവഗിരിയിൽ നടക്കുന്ന 81ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കുകൊള്ളുന്നതിനായി തൃശൂർ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയായ പത്തനാപുരം കല്ലുംകടവിൽ സ്വീകരണം നൽകി. SNDP യൂണിയൻ, ധർമ്മവേദി, ഗുരുധർമ്മ പ്രചാരണ സഭ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. പത്തനാപുരം SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ VV ഉല്ലാസ് രാജ്, ബിജു ചെന്നിലവൺ, ഷാജി കുണ്ടയം, ഗുരുധർമ്മ പ്രചരണ സഭാ പ്രവർത്തകരായ പിറവന്തൂർ രാജൻ, ആദർശ് എന്നിവരും പുന്നൂർ, അഞ്ചൽ, കുന്നിക്കോട് മേഖലകളിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും പദയാത്രയെ സ്വീകരിക്കുന്നതിന് എത്തിയിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹത്തോടുകൂടിയ ശ്രീകോവിലുമായി എത്തിയ പദയാത്രയെ ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെയാണ് എതിരേറ്റത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനർനിർമ്മിച്ച തലവൂർ പാണ്ടിത്തിട്ട റോമാപ്പള്ളിയുടെ കൂദാശ കർമ്മങ്ങൾ 27 മുതൽ 29 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ദേവാലയമാണിത്. പുനർനിർമ്മിച്ച പാണ്ടിത്തിട്ട ദിവ്യരക്ഷക ലാറ്റിൻ കത്തോലിക്ക പള്ളിയുടെ കൂദാശാകർമ്മങ്ങൾ 27 മുതൽ 29 വരെ നടക്കും. പ്രദേശവാസികൾ റോമാപ്പള്ളി എന്ന് വിളിക്കുന്ന ഈ ദേവാലയത്തിന് നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. പുനലൂർ രൂപതയുടെ അധീനതയിലുള്ളതാണ് പള്ളി. AD 1900 ബെൽജിയത്തിൽ നിന്നുള്ള മിഷണറിമാരാണ് പള്ളി പണി കഴിപ്പിച്ചത്. കാലപ്പഴക്കവും സ്ഥലപരിമിതിയും മൂലം പുതിയ പള്ളി നിർമ്മിക്കുകയായിരുന്നു. കരിങ്കൽ നിർമ്മിതമായ ഈ പള്ളി രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. 27 വൈകിട്ട് 6 മണിക്ക് കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ സ്റ്റാൻലി റോമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂദാശാകർമ്മങ്ങൾ നടക്കും. 28 പ്രേക്ഷിത റാലി നടക്കും. 6:30 നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാംഗം KN ബാലഗോപാൽ, KV ഗണേഷ് കുമാർ MLA തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. രാത്രി 8:30 ബൈബിൾ നാടകം, 29 വൈകിട്ട് 4 മണിക്ക് എക്യുമെനിക്കൽ സംഗമം തുടങ്ങിയവ നടക്കും. കൂദാശ ചടങ്ങുകളിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിക്കുന്നതായി പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ.
തെന്മലയിൽ ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ജനം ഭീതിയിൽ. റെയിൽവേ പുറമ്പോക്കിൽ മരം വീണ 3 വൃദ്ധകൾക്ക് കിടപ്പാടം നഷ്ടമായി. ചിതറയിൽ പരിമിതികളുള്ള കുട്ടികൾക്കായി അനുവദിച്ച റിസോഴ്സ് സെന്റർ ഗവൺമെന്റ് HSS ഗ്രൌണ്ടിൽ നിർമ്മിക്കാനുള്ള PTA നീക്കത്തിനെതിരെ നാട്ടുകാരും കായിക പ്രേമികളും രംഗത്ത്. പ്രദേശത്തിന്റെ കായിക വികസനം തടഞ്ഞുകൊണ്ട് പുതിയ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ജനരോഷം. ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് പത്തനാപുരം കല്ലുംകടവിൽ വരവേൽപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഐഷാസ് ടെക്സ്റ്റൈൽ ക്ലബ്, തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, പാലത്ര ഫാഷൻ ജുവല്ലേഴ്സ്, ആസ് പ്യൂർ ആസ് യുവർ ലവ്, കടവിൽ ബാബു ആൻഡ് കമ്പനി, ഇൻഫിനിറ്റ് സിസ്റ്റംസ് അഞ്ചൽ, പോക്കോണിസ് ജൂനിയർ ഫാഷൻ പുനലൂർ, RK സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ്, പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്.